ഹലോ കൂട്ടുകാരെ കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഡോക്കിയുടെ പൊല്യൂഷൻസ് നിന്ന് മാറി മറ്റൊരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഷില്ലോങ്ങിൽ നിന്നാണെങ്കിൽ ഷില്ലോങ്ങിലെ ആ നഗരത്തിൻ്റെ ബിസി ഷെഡ്യൂളിൽ നിന്ന് മാറി പൊല്യൂഷൻസിൽ നിന്ന് മാറി തിരക്കുകളിൽ നിന്ന് മാറി ഒരു മനോഹരമായ കുറേ കണ്ണിനും മനസ്സിനും ശരീരത്തിനുമൊക്കെ കുളിർമ തരുന്ന ചില കാഴ്ചകൾ കാണാനാണ് പൈൻമരക്കാടുകളുടെ ഇടയിലൂടെ ആ റോഡ് വളഞ്ഞു പോകുന്ന റോഡിനിടയിലൂടിയിട്ട് നൂഴ്ന്ന് കയറിപ്പോയി നമ്മൾ എത്തുന്നത് ഒരു കുന്നിൻ മുകളിലേക്കാണ്. ആ മനോഹരമായ കുന്നിൻ മുകളിൽ നമ്മൾ താഴേക്ക് നോക്കിയാലോ, കാണുന്ന കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അത് നിങ്ങൾ അവിടെ എത്തി സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ വാവ് ഫാക്ടർ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ ഈ ഒരു യാത്ര. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കൂടെ കൂടിക്കോളൂ. വിറ്റുമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ പോകുന്ന വഴിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ലൈലിയോൺ അല്ലെങ്കിൽ ലൈറ്റ്ലിയും ക്യാനിയൻ എന്ന് പറയുന്ന ഒരു കുന്നിൻ മുകളിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 6000-ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ്റെ മുകൾ. ഇവിടെ വന്നിട്ട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ. ഞങ്ങളുടെ കിഷോർ ഭായ് പറഞ്ഞായിരുന്നു ഇവിടെ സിനിമകളൊക്കെ റെഗുലറായിട്ട് വന്ന് ഷൂട്ട് ചെയ്യാറുണ്ടെന്ന്. ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അത് എല്ലാ സ്ഥലത്തേക്കുള്ള ഈ മേജറായിട്ടുള്ള ഒരു മെയിൻ പോയിന്റിലേക്ക് കയറാൻ വേണ്ടി മാത്രമാണ് എൻട്രി പോയിന്റ്. ഒരൊറ്റ വ്യൂ പോയിന്റ് അല്ല, പല സ്ഥലത്തോട്ട് പല വ്യൂ പോയിന്റ്സാണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. കൊടുത്ത് ഞങ്ങൾ വഴിയായി. പാർക്കിങ്ങിന് ഫീസ്, എൻട്രിക്ക് ഫീസ്. ഒരു കുതിര. നമുക്ക് എന്തായാലും നമ്മളെ കാഴ്ചകൾ കാണാം. നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നിങ്ങൾക്കൊരു വാലി കാണാൻ പറ്റും. വളരെ മനോഹരമായി ചുറ്റും പച്ചപ്പും ഹരിതാപയും മാത്രം. നമ്മുടെ ഒരു മൂവിയിൽ പറയുമല്ലോ, മലയാളം മൂവിയിൽ പച്ചപ്പും ഹരിതാപയൊക്കെ നിങ്ങൾ കാണേണ്ടത്. അതാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വെള്ളത്തിനോ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിനോ ഒരു കുറവുമില്ല. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. നല്ല മാഗിയും മൊമോസും ഒക്കെ. ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, കുതിര സവാരി അവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. എല്ലാത്തിനും മേളിൽ ആ ഒരു ക്യാനിയനിൽ അല്ലെങ്കിൽ ആ ഒരു മലമുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻറ്റാണ്. ഈ ലാറ്റ്ലം എന്ന വാക്കിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ മലകളുടെ അവസാനം എന്നതാണ്. ഖാസി ലാംഗ്വേജിൽ ഖാസി ട്രൈബ്സ് ആണ് ഇവിടെ മോസ്റ്റ്ലി ഉള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു തണുത്തൊരു കാറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, മനസ്സിന് സമാധാനം തരുന്ന, കുളിർമ തരുന്ന ഒരു കാറ്റ്. അത് എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തന്നെ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത് എവിടേക്ക് പോകണം, എന്ത് കാണണം, എന്താ കണ്ടത്. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. ചുറ്റും ആ ഫ്രീ എൻട്രി ഉള്ള ആ സ്ഥലങ്ങൾ ഫുള്ള് ഞങ്ങൾ കണ്ട് ഞങ്ങൾ തിരിച്ച് എൻട്രി ഫീസിൻ്റെക്ക് ആ ഗേറ്റിലോട്ട് പ്ലേസിലേക്ക് പോയി. അവിടെ നമ്മൾ കുറച്ച് ആ എൻട്രി ഫീസിന് മുന്നേ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴേക്ക് പോയാൽ ഒരു 3000 പടിക്കെട്ടുകൾ ഇറങ്ങണം. അതെന്തിനാന്ന് വെച്ചാൽ റസോങ് എന്നൊരു വില്ലേജിലേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് 3000 സ്റ്റെപ്പുകൾ നടക്കാൻ പറ്റുമെങ്കിൽ താഴേക്ക് കയറിയിട്ട് തിരിച്ചു കാണാം. അപ്പോൾ വന്നിട്ട് ടോട്ടലി ഒരു 6000 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കയറി ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു വില്ലേജിലേക്ക് എത്താം. വില്ലേജിൻ്റെ പേര് റസോങ്. ഞങ്ങൾ അവിടെ പോയില്ല, ഞങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇപ്പോഴും ഏതാണ്ട് 300-ഓളം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് അനുവദിക്കുമെങ്കിൽ താഴേക്ക് നടന്നു പോകണം, തിരിച്ച് നടന്നു തന്നെ പോകണം. ഈ 300 പേർക്കും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പഴയൊരു റോപ്പ് വേ ഉണ്ട്. ആ റോപ്പ് വേയെ കൂടിയിട്ടാണ് അവരുടെ ഗ്രോസറീസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. അല്ലെങ്കിൽ തലച്ചുമട്, വേറൊരു ഓപ്ഷനുമില്ല. അവിടെ ആർക്കെങ്കിലും സുഖമില്ലാതായാൽ, വല്ല ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഒന്നുകിൽ നടന്നു കയറുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെച്ചർ പോലത്തെ നമ്മുടെ 4 പേര് ചേർന്ന് എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറുക. 4-5 പേര് എത്രയാണെന്ന് വെച്ചാൽ അവർ എടുത്ത് മുകളിലേക്ക് കയറുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അവരുടെയൊക്കെ ജീവിതം എന്തോരം സ്ട്രഗിൾ എന്ന് പറഞ്ഞത്, എന്തോരം ബുദ്ധിമുട്ടേറിയതാണെന്ന്. പക്ഷെ എന്നാലും ആ 300-ഓളം പേരും ഇപ്പോഴും അവരുടെ നാട് വിട്ടു പോകാൻ വേണ്ടി വില്ലിങ് അല്ല. ആ നാടിനെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ ഫാമിലീസിനെ അവർ സ്നേഹിക്കുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. അത് വല്ലാത്തൊരു പുതുമയുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു. മേഘാലയയിൽ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ കണ്ട കാര്യം വെച്ചാൽ ഈ ഓരോ ട്രൈബ്സിനും എത്രയൊക്കെ സ്ട്രഗിൾസ് ആണെങ്കിലും എത്രയൊക്കെ പെയിൻ ആണെങ്കിലും അവർക്ക് അവരുടെ നാട്, അവരുടെ ട്രൈബൽ ഏരിയ എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്നേഹമാണ്, വല്ലാത്തൊരു അഭിമാനമാണ്. സോ അതൊക്കെ കൊണ്ടാകണം അവർ ആ വില്ലേജ് വിട്ട് പുറത്തേക്ക് പോകാത്തതും അല്ലെങ്കിൽ അവിടെ തന്നെ ഇപ്പോഴും സെറ്റിലായിരിക്കുന്നതും. നിങ്ങൾ അതുപോലെ തന്നെ റസോങ് വില്ലേജിലേക്ക് ട്രക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കിഷോർ ഭായ് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഏർലി മോർണിംഗ് അവിടെ എത്തണം. കാരണം അവിടെ താമസിക്കാൻ മറ്റുള്ള സൗകര്യങ്ങളില്ല എന്നാണ് പറയുന്നത്. ഗസ്റ്റ് ഹൗസ് മറ്റുള്ളതായിട്ട് കിഷോർ ഭായ്ക്ക് അറിയില്ല, പുള്ളി അങ്ങനെ പറഞ്ഞു. നമ്മൾ രാവിലെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് സൺസെറ്റിന് മുന്നേ നമ്മൾ തിരിച്ച് മുകളിലെത്തണം. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് വെച്ചാൽ നമുക്ക് ഷില്ലോങ്ങിൽ നിന്ന്
ലൈലും ക്യാനിലേക്ക് എപ്പോഴും ഷെയർ ടാക്സി സുമോസ് കിട്ടും. എത്ര രൂപയെന്നറിയില്ല, പക്ഷെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടായിരുന്നു. ഓഖിയിൽ നിന്നും പ്രോബബിളി നിങ്ങൾക്ക് ഷെയർ ടാക്സി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റിനെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേര് കൂട്ടം കൂടി ഈ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, കൂട്ടം കൂടി വരാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ വരുന്ന സ്ഥലം വർത്ത് വിസിറ്റാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. ചില ദിവസങ്ങളിൽ മൂടൽമഞ്ഞ് വന്നിട്ട് നമുക്കെന്താ പറയുക, ഈ വാലീസ് കാണാൻ പറ്റത്തില്ല എന്ന് കിഷോർ ഭായ് പറഞ്ഞിട്ടുണ്ട്. കിഷോർ ഭായ് ഏതാണ്ട് 17ഓളം വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, പല സ്ട്രെച്ചിലായിട്ട്. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുടുംബക്കാരെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി കാണാറുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കാണാൻ പോകുന്നിടത്തേക്ക് നമ്മൾ പോകുകയാണ്. പോകുന്ന വഴി എൻ്റെ കെട്ടിയവനെ ദാഹിച്ചു, അപ്പോൾ കെട്ടിയവൻ വെച്ചിട്ട് വെള്ളം കുടിക്കുകയാണ്. ദാഹിച്ചിട്ടല്ല, നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഓൾറെഡി യൂറിൻ മഞ്ഞായി തുടങ്ങി. അങ്ങനത്തെ ഇവിടെ എന്താ ക്രിസ്മസ് കറ വാ ചൂടിക്ക്. സോറി, നമ്മൾ ഇത്ര നേരം കണ്ടത് ഇപ്പോൾ കാശ് കൊടുത്ത് കാണേണ്ട നമ്മുടെ ലൈലും വാലിയുടെ അല്ല, ലൈലും ക്യാനിയൻസിൻ്റെ വ്യൂസാണ് കാശ് കൊടുത്ത് കണ്ടത്. ഇത് കാശ് കൊടുക്കാതെ കാണുന്നത്. എൻ്റെ ഇപ്പുറത്ത് വരുന്ന എൻ്റെ വീഡിയോയിൽ താനും വരും. പാട്ട് പഠിക്കണം. എനിക്ക് മറ്റൊരു വ്യൂ കാണിച്ചാണ്. കാശ് കൊടുക്കാണ്ട് നമുക്ക് സാധാരണക്കാർക്കും കാണണമല്ലോ. അടുത്തരാൻ നോക്കിയോ, ഇത് മറ്റേ അത്രയില്ല, മറ്റത് കുറച്ചുകൂടി പരന്നു കൊടുക്കുക. ഇവിടെ താഴേക്ക് പോകരുതേ. ഗൈസ്, ഇവിടെയൊക്കെ ട്രക്കിങ്ങിന് വരുന്നൊരു അവസ്ഥ ചിന്തിച്ച് നോക്കി. എത്ര ദിവസം പിടിക്കും? 2 ദിവസമെങ്കിലും പിടിക്കത്തില്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ ചെറിയ നീരോ ചെറിയൊരു വെള്ളച്ചാട്ടം? ഓക്കെ, നിങ്ങൾക്കൊണ്ട് ഞാൻ ഗൈസ്, നമ്മൾ കുടുംബക്കാരെ നിങ്ങൾക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ചുമ്മാ വേറൊരു വെള്ളച്ചാട്ടം ഗൈസ് ഗൈസ് ഗൈസ്. അതിനാണെങ്കിൽ അനക്കം പോലും ഇല്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. നിങ്ങൾ കാണുന്നുണ്ടോ എന്ത് രസം? എനിക്ക് എന്താ അറിയാം, ബൈനോക്കുലർ വേണ്ട, എനിക്കെൻ്റെ മൊബൈലും മതിയടാ. അല്ല, അത് അത്രയും പോകുന്നുണ്ടോ? അത് ആ സൈഡിലാണ് ഗൈസ്. അപ്പം നമ്മൾ ലൈലും ക്യാനിയും കണ്ട് തിരിച്ച് പോവുകയാണ്. നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. നമുക്ക് മേലിലൂടെ പോകണം. ഈ ലൈറ്റിലും ക്യാനിയും എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളോ മാത്രമല്ല, ഒരു ഹിൽ ടോപ്പോ മാത്രമല്ല, ഒരു ഇമോഷനും കൂടിയിട്ടാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആണ്. ആ പരന്ന് കിടക്കുന്ന ഫ്ലാറ്റായിട്ടുള്ള പുൽമേടുകളും ആ വ്യൂ പോയിൻറ്റും ആ വില്ലേജിലേക്ക്, ഇപ്പോൾ നിങ്ങൾ ട്രക്ക് അറ്റംപ്റ്റ് ചെയ്താൽ ആ വില്ലേജിലേക്കുള്ള ട്രക്കും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അഡ്രിനാലിൻ റഷ് ചെയ്യുന്ന, എന്നാൽ മനസ്സിനും ശരീരത്തിനും കുളിർമ തരുന്ന, ഒരു പീസ് ഓഫ് മൈൻഡ് ജനറേറ്റ് ചെയ്യുന്ന, വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുടുംബക്കാരെ നമ്മൾ ലൈറ്റോട് വിട പറയുകയാണ്. ഒരു ബൈ പറയാമോ? ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാലോ. വാ. അപ്പോൾ കൂട്ടുകാരെ, ക്യാമറമാൻ വിഷ്ണുവിൻ്റെ പിന്നെ വിഷ്ണുവിൻ്റെ കൂടെ ലേഡി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കാവ്യ. സോ അപ്പം നിങ്ങൾ പുതുതായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. കുടുംബത്തിൻ്റെ ഒരു അംഗമാവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തോ, ഹൈപ്പ് ചെയ്യൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ കുടുംബക്കാർ. ഹൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കുടുംബത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇതുപോലുള്ള പുതിയ കാഴ്ചകൾക്കായി ഫോളോ ചെയ്യൂ. നമ്മളിപ്പോൾ വാഷ്റൂമിൻ്റെ കാര്യത്തിന് സൊല്യൂഷൻ കണ്ടത്, വണ്ടി പോകുന്ന വെച്ചാൽ നമ്മൾ പെട്രോൾ പമ്പ് നിർത്താറില്ല, അല്ലെങ്കിൽ ഒരിടത്ത് മാറിയുന്ന മൂത്ത് കഴിക്കില്ല നമ്മൾ. അപ്പം അത്രയൊക്കെ ഇതേ ഉള്ളൂ. ശരിയെണ്ണ ഓട്ടെണ്ണ. നീ ആണുങ്ങൾക്ക് ഇങ്ങനെ മരത്തിന്റെ ചോട്ടിലും മരത്തിന്റെ മൂട്ടിലൊക്കെ പോണത് പോലെയാണ് പെണ്ണുങ്ങള്. പിടിച്ചേ കുടുംബക്കാരെ, സത്യമാണ് ഞാൻ പറയുക, ഈ കാഴ്ചകളൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നൊരു അർത്ഥമില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറേ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മളതിന് സമയം എടുത്തില്ല, എഫേർട്ട് എടുത്തിട്ടില്ല. നിങ്ങൾ നോക്കി എന്ത് സുഖമാണെന്നറിയും ഇവിടെ നിൽക്കാനായിട്ട്.
സത്യമായിട്ടും പറയാം ഭയങ്കര പീസ്. മിന്നൽ മുരളീനെ പോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇത് കിട്ടി മൗണ്ടൈൻ സുലോചന അങ്ങനെ വല്ലത് കിട്ടും നല്ലത്. ഇവിടെ എടുത്ത് ഒരൊറ്റ ചാട്ടം ഇങ്ങനെ പറന്ന് നടക്കാറ് ശനി ഞാൻ പറഞ്ഞു നടന്നാ അല്ലേ? നല്ലല്ലേ ഇവിടുത്തെ ഒരു ചാട്ടമൊക്കെ ചാടാൻ വേണ്ടിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിലേ പോകാം. വണ്ടി ബാക്ക് അടിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സാരഥി തപ്പി പോവാണ്. നമ്മുടെ കിഷോർ ഭായി ടാറ്റ.